ലോകം ഒരു യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ അതിന്റെ ഓളങ്ങൾ ഇന്ത്യയിലെ ഇന്ധന വിപണിയിലും പ്രകടമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ വിതരണത്തെ ബാധിക്കുമെന്ന ഭീതി നിലനിൽക്കെ രാജ്യത്തെ പാചകവാതക വിതരണം സുഗമമാക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യവസ്തു നിയമം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കാതിരിക്കാൻ വ്യവസായിക വാണിജ്യ മേഖലകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിമാൻഡ് മാനേജ്മെന്റ് രീതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. പാചകവാതക വിതരണത്തിലെ അനിശ്ചിതത്വം ഒഴിവാക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സിലിണ്ടറുകളുടെ ബുക്കിംഗ് ഇടവേളകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഇതിന്റെ ഭാഗമായി ഗ്രാമീണ കുടുംബാംഗങ്ങൾക്കുള്ള ബുക്കിംഗ് സൈക്കിൾ 45 ദിവസമായി ഉയർത്തി. ഗ്രാമപ്രദേശങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നത് തടയാനും വിതരണം തുല്യമായി ഉറപ്പാക്കാനും ഈ നടപടി സഹായിക്കും. അതേസമയം നഗരപ്രദേശങ്ങളിലെ വീടുകൾക്ക് സിലിണ്ടറുകൾക്കിടയിലെ കുറഞ്ഞ ഇടവേള 25 ദിവസമായി നിശ്ചയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മുൻപ് ഇത് 21 ദിവസമായിരുന്നു. വിതരണത്തിലെ സമ്മർദ്ദം കുറയ്ക്കാനും അനാവശ്യ പാനിക് ബുക്കിംഗ് തടയാനുമാണ് ഈ പരിഷ്കാരം. ഉപഭോക്താക്കൾക്കിടയിലുള്ള അമിതമായ ആശങ്ക കാരണം ബുക്കിംഗുകൾ കുത്തനെ ഉയർന്നത് വിതരണ ശൃംഖലയെ ബാധിച്ചിട്ടുണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് വ്യാവസായിക യൂണിറ്റുകൾ എന്നിവയാണ് നിലവിലെ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനായി വാണിജ്യ LPG ആവശ്യകതയുടെ 20% മാത്രമേ അനുവദിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളൂ. ഇതിലൂടെ ഉണ്ടാകുന്ന ഇന്ധനക്കമ്മി നികത്താൻ ബദൽ മാർഗങ്ങൾ തേടാൻ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നിർദ്ദേശിച്ചു. ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് മണ്ണെണ്ണ, ഇന്ധന എണ്ണ, ബയോമാസ്, കൽക്കരി, ഇന്ധന പെല്ലറ്റുകൾ എന്നിവ 1 മാസത്തേക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ തുടങ്ങിയ വാതകങ്ങൾ പെട്രോകെമിക്കൽ ഉൽപാദനത്തിൽ നിന്നും മാറ്റി LPG നിർമ്മാണത്തിനായി ഉപയോഗിക്കാൻ റിഫൈനർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ പാചകവാതക വിതരണത്തിലുണ്ടായ സങ്കീർണതകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗവും ചേർന്നു. കേന്ദ്ര നിയന്ത്രണങ്ങൾ കേരളത്തിലെ വിപണിയെയും ബാധിച്ച സാഹചര്യത്തിൽ വിതരണത്തിൽ വ്യക്തമായ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ആശുപത്രികൾ, സ്കൂളുകൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, ജനകീയ അടുക്കളകൾ എന്നിവയ്ക്ക് വിതരണത്തിൽ 1ാം പരിഗണന നൽകും. IT പാർക്കുകളിലെയും ഫാക്ടറികളിലെയും ക്യാന്റീനുകളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്യാസ് ക്ഷാമം മൂലം ശ്മശാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് മാനുഷികമായി വലിയ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. അതിനാൽ ഒരു കാരണവശാലും ശ്മശാനങ്ങളിൽ ഗ്യാസ് ലഭ്യത കുറയ്ക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി. കേരളത്തിലെ തൊഴിൽ മേഖലയിൽ നിർണായകമായ അതിഥി തൊഴിലാളികളുടെ സാന്നിധ്യം പരിഗണിച്ച് വാണിജ്യ സിലിണ്ടറുകളുടെ വിഹിതം 20% നിന്ന് ഉയർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ധനക്ഷാമം മുതലെടുത്ത് സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നതും ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതും തടയാൻ സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ രൂപീകരിച്ചു. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലും വിതരണം നിരീക്ഷിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റികൾ നിലവിൽ വരും. വാണിജ്യ സിലിണ്ടറുകൾ ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും കരിഞ്ചന്തയിലേക്ക് മറിച്ചു വിൽക്കുന്നതും തടയാൻ ഈ സംഘങ്ങൾ കർശന പരിശോധന നടത്തും. മണ്ണെണ്ണ വിതരണം ഊർജിതമാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആഭ്യന്തര LPG ഉൽപാദനം സംഘർഷത്തിന് മുൻപുള്ളതിനേക്കാൾ 28% വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വാതകം പൂർണ്ണമായും ഗാർഹിക ഉപഭോഗത്തിന് വേണ്ടിയാണ് നീക്കിവെച്ചിരിക്കുന്നത്. പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ സ്റ്റോക്ക് സുരക്ഷിതമാണെന്നും രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. സാധാരണ ത്രൈമാസ വിഹിതത്തിന് പുറമെ സംസ്ഥാനങ്ങൾക്ക് 48,000 കിലോ ലിറ്റർ മണ്ണെണ്ണ അധികമായി അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കിയതുപോലെ ബുക്കിംഗിനെ സംബന്ധിച്ച് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. ഏജൻസികളിൽ നേരിട്ട് പോകാതെ UPI ആപ്പുകൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബുക്ക് ചെയ്യുന്നത് ആശയക്കുഴപ്പം കുറയ്ക്കാൻ സഹായിക്കും. നഗരങ്ങളിൽ 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസം പൂർത്തിയാകാതെ അടുത്ത ബുക്കിംഗ് സിസ്റ്റം സ്വീകരിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും ഭീതി കാരണം വീണ്ടും ബുക്ക് ചെയ്യുന്നത് വിതരണ ശൃംഖലയെ തളർത്തും. ആഗോളതലത്തിലെ പ്രതിസന്ധികൾ ഇന്ത്യയിലെ സാധാരണക്കാരനെ ബാധിക്കാതിരിക്കാൻ ക്രിയാത്മകമായ ഇടപെടലുകളാണ് കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വാണിജ്യ മേഖലയിൽ താൽക്കാലികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ദരിദ്ര കുടുംബങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുന്നതിലൂടെ പട്ടിണിയില്ലാത്ത അടുക്കളകൾ ഉറപ്പാക്കാൻ സാധിക്കും. ജനങ്ങൾ അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കാതെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. 2026 ഈ നിർണായക കാലഘട്ടത്തിൽ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള സഹകരണമാണ് ഇന്ധന സുരക്ഷയുടെ ആണിക്കല്ല്.